ന്യായാസനത്തിന് മുമ്പിൽ എന്ത് സംഭവിക്കാൻ പോകും? നമ്മുടെ കർത്താവ് പ്രത്യാശയോടെ ജീവിക്കുന്നു. കർത്താവ് വരും, നമ്മൾ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ പലർക്കും ബോധ്യപ്പെടുന്നു. അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് യോജിപ്പിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവചനം പൊരുള് തിരിച്ചില്ലെങ്കിൽ മനസ്സിലാക്കി അത് അറിയുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. വാഷിംഗ്ടണിലെ എൻ്റെ മീറ്റിങ്ങുകൾക്ക് സ്ഥിരമായി എല്ലാ ദിവസവും വന്ന 77 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഡോക്ടറേറ്റും മാന്യ ഉന്നതമായ പദവിയും ഒക്കെയുള്ള ഒരു നല്ല ദൈവദാസൻ. അദ്ദേഹം ഞായറാഴ്ച രാത്രി അല്ല തിങ്കളാഴ്ച ഞങ്ങൾ പോരുന്നതിന് മുമ്പ് വീട്ടിൽ വന്നു. സൗഹൃദമായ അദ്ദേഹം വലിയ പാണ്ഡിത്യമുള്ള ഭക്തിയിലുമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ തിരുവെഴുത്തുകളൊക്കെ ബാല്യം മുതലേ വായിച്ചിട്ടുള്ള, പക്ഷെ ഇതിൻ്റെ ഒന്നും അർത്ഥമോ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഇതിന്റെ കണക്ഷൻ ബോധ്യപ്പെട്ടത് വ്യാഖ്യാനിക്കുമ്പോഴായി. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ അന്നത്തെ ലോകത്തിലെ വലിയ വിദ്യാഭ്യാസമുള്ളത്. ഫിലിപ്പോസ് അടുത്തെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ മനസ്സിലാകുന്നുണ്ടോ? ചുള്ളു വായിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു പരമാർത്ഥിയാ പറഞ്ഞു, ഒരുത്തൻ പൊരുള് തിരിച്ചു തരുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പഠനം എന്തുവാ? സത്യമായ തിരുവനന്തപുരത്തിന് പൊരുള് തിരിച്ച് യോജിപ്പിച്ച് പറയും. അത് പഠിക്കാനുള്ള താല്പര്യമുള്ളവർക്ക് വളരെ അനുഗ്രഹകരമായ. അപ്പോഴാണ് ഫിലിപ്പോസ് അടുത്തിയെന്ന്. പക്ഷേ ഈ 53-ാമത്തെ ഭാഗം ചുള്ളു വായിച്ചുകൊണ്ടിരുന്നവനെ ഒരു ചോദ്യം ചോദിച്ചു, ഇത് പ്രവാചകൻ തന്നെ കുറിച്ചാണോ പറയുന്നത്, ഇത് മറ്റൊരുത്തിനെ കുറിച്ചാണോ? അപ്പോഴാ പൊരുള് തിരിക്കുന്നതിന്റെ ആവശ്യം. ദൈവവചനത്തിന്റെ പൊരുളുകൾ നമുക്ക് മറവായിരിക്കുന്ന പലതും തെളിവായി വരുന്നത് ദൈവവചനം പഠിക്കുമ്പോഴാണ്. അതിന് ദൈവകൃപ അധികമായി നമുക്ക് ലഭിക്കട്ടെ. ന്യായാസനത്തിന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ, ന്യായവിസ്താരം വളരെ ബൃഹത്തായ ഒരു പഠനമാണ്. ഞാനതൊന്ന് ഒരാഴ്ച പഠിപ്പിച്ചാലും ആ ഒരു സബ്ജക്റ്റ് മാത്രം ഒന്നും ആകില്ല. അതുപോലെ വിപുലം. നമ്മുടെ വിശ്വാസികൾ അത് പഠിച്ചിരിക്കേണ്ടത് ഏറ്റവും ആവശ്യം. എന്നാൽ ഇത് കൂടുതൽ വിശദീകരിക്കാൻ എന്നെ സമയം അനുവദിക്കുന്നില്ല. ഇന്ന് തുടർമാന വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുക. സഭസ്വർഗത്തിൽ ന്യായവിസ്താരത്തിന് മുമ്പിൽ തങ്ങളുടെ പ്രവൃത്തികളെ ഹിതപരിശോധന ചെയ്ത് വിശുദ്ധന്മാർക്ക് പ്രതിഫലം വിഭജിക്കുന്ന ആ ദിവസത്തിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഒരു പിതാവ് തന്റെ ഇഷ്ടത്തിന് ശുശ്രൂഷിക്കുന്ന മകനെ ആദരിക്കുന്നത് പോലെ ആ ദിവസത്തിലാണ് നമ്മളെ ആദരിക്കുന്നത്. മലാക്കി 3:17 അത് അങ്ങനെ തന്നെ ആ വാക്കോടാണ്. ഒരു പിതാവ് തനിക്ക് ശുശ്രൂഷിക്കുന്ന മകനെ ആദരിക്കുന്ന പോലെ അന്ന് ഞാൻ അവരെ ആദരിക്കും. ആരെ? യഹോവ ഭക്തന്മാരെ. ആ 17-ാം വാക്യം 16-ാം വാക്യം കൂടെ ചേർക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിന്റെ മാറ്റം എത്ര വലുതാണ്. ആ പ്രത്യാശയോട് വേണം നമ്മളോട് ജീവിക്കാൻ. ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. പൗലോസ് ആ ദിവസത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്റെ 14-ാമത്തെ ലേഖനത്തിന്റെ സമാപനം ആ തൂലിക നിർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ നല്ല ഓർപ്പ് ചെയ്തു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഓരോ പടികളിൽ അങ്ങ് ഉറപ്പിച്ചിട്ട് പറയുന്ന വാക്കുകൾ. ഞാൻ നല്ല ഓർമ്മയിൽ ഓടുന്ന വിശ്വാസം കാത്തു, ഇനി എനിക്കെന്ത് നീതിയുടെ എനിക്ക് അയച്ചിരിക്കും. ഇതെല്ലാം ശരിയായെങ്കിൽ അത് കിട്ടത്തുള്ളൂ. വഴിയും വിശ്വാസവും തെറ്റിച്ചിട്ടൊന്നിച്ച് നടക്കില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ഇനിയും എനിക്ക് അത് കിട്ടും. അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. അതെനിക്ക് മാത്രമല്ല, അവരിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും ആ കിരീടം ലഭിക്കും. തുടങ്ങിയത് തന്നെ ന്യായവിസ്താരമാണ് 1-ാം വാക്യം. തീരുന്നത് തന്നെ തനിക്ക് ലഭിക്കാൻ പോകുന്ന വിശുദ്ധന്മാരുടെ പ്രതിഫലം. അതുകൊണ്ട് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച് ഇന്നത്തെ ഘട്ടങ്ങളൊന്നും സാരമില്ലെന്ന് എണ്ണണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. വിശ്വാസത്തിന്റെ പരിശോധന നമ്മളെ നശിപ്പിക്കാനല്ല, ബലപ്പെടുത്താൻ. അതുകൊണ്ട് ഈ ലോകത്തിലെ സുഖജീവിതങ്ങളല്ല ഇതിനാധാരം.
ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങളാണ് ആ പ്രതിഫലത്തിന് നമുക്ക് ഒതുങ്ങുന്ന വഴികളെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഞാൻ ഇതിനെ തുടർന്ന് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം പറയാം. പലർക്കും വീണ്ടും പറയാം, ചെറുക്ക വാക്യം വായിക്കാൻ പറയുക കർത്താവിന് മടങ്ങി വരവ്. എന്നാൽ ഞാൻ ഓർമ്മിച്ചതുപോലെ രഹസ്യ പ്രത്യക്ഷത എന്നൊരു ഭാഗം ഇതിനകത്തുണ്ട്, മഹത്വ പ്രത്യക്ഷത എന്നൊരു ഭാഗം ഇതിനകത്തുണ്ട്. ആ പഠിപ്പിക്കലുകളിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ആനോക്ക് പറഞ്ഞത് മഹത്വ പ്രത്യക്ഷത, എന്നാൽ യോബ് പറഞ്ഞത് രഹസ്യ പ്രത്യക്ഷത മധ്യാകാശത്ത് വരുന്ന കാര്യമാണ്. 50-ാം സങ്കീർത്തനം പറഞ്ഞത് മുഴുവൻ വിശുദ്ധന്മാരും ആ ഉത്പ്രാവണവും അനന്തര സംഭവ ന്യായാസനവുമാണ്. അപ്പോൾ ഇത് ഓരോ വേദഭാഗങ്ങളും വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ ഏതൊരു ലക്ഷ്യത്തോടെയുള്ള അവതരണമാണെന്ന് പുസ്തകങ്ങളെയും വചനങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് നമ്മുടെ പഠനത്തിലൂടെ മനസ്സിലാകും. ഇനി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചിലതൊക്കെ തെളിവിനെ തരുകയുള്ളൂ, എനിക്ക് നേരമില്ലല്ലോ. രഹസ്യ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ എന്ത്? അതിനുള്ള തെളിവ്. മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ എന്ത്? അതിനുള്ള തെളിവുണ്ട്. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളായി നിർത്തിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഈസി. ഞാൻ ആദ്യം പറയുന്നത് രഹസ്യ പ്രത്യക്ഷത എന്നൊരു ചാപ്റ്റർ ഇതിനകത്ത് ശക്തമായിട്ടുണ്ട്. മഹത്വ പ്രത്യക്ഷത എന്നുള്ളത് ശക്തമായിട്ടുണ്ട്. ഇത് രണ്ടിനും 7 വർഷത്തിന് ഡിഫറൻസ് ആണ്. ഇത് രണ്ടിനും നടുക്ക് 7 കൊല്ലമാണ്. വെളിപ്പാട് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു വാക്കുണ്ട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരാഹ്വാനം ഉണ്ടെന്നിരുന്നാലും 2-3 അധ്യായത്തിലെ സഭായുഗം കഴിയുമ്പോൾ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ സഭയോടാ പറഞ്ഞത് ഇവിടെ കയറി വരിക. യോഹന്നാനെ സഭയുടെ പ്രതിനിധിയായിട്ട് മാത്രമേ കാണൂ. സഭാകാലം കഴിയുമ്പോൾ ഇത് ലവോദിക്ക പീരീഡാണ്, ഇനി ഒരു സഭാകാലം ഇല്ല എന്ന് പറഞ്ഞാൽ 1900 മുതലുള്ള കാലയളവ് ലവോദിക്ക സഭ പീരീഡാണ്. ആ സഭാ പീരീഡ് ഇവിടെ തീരാറായി. ഈ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു പീരീഡ് ഇവിടെ ഇല്ല. പിന്നെ ഒരുക്കപ്പെട്ട ദൈവമക്കൾ നിശ്ചയ കർത്താവിനോട് വാസം ചെയ്യുവാൻ ഇവിടുന്ന് മാറ്റപ്പെടുക. അതായത് ഇവിടെ കയറി വരിക. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സംഭവിക്കാനുള്ള കാര്യമാണ് വെളിപ്പാട് 4 മുതൽ അവസാനം വരെയുള്ള ഭാഗം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നാലെ പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഓർപ്പിക്കട്ടെ, രഹസ്യ പ്രത്യക്ഷത എന്നൊരു കാര്യം തിരുവചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? മഹത്വ പ്രത്യക്ഷത എന്നൊരു ഭാഗം തിരുവചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ കർത്താവിനെ പഠിപ്പിക്കുന്നതിനെ ആദ്യം എടുക്കാം. നിങ്ങൾ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം 37 കൂടെ ചേർത്ത് വായിച്ചാൽ ആ നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വരവിന്റെ നാളും നാഴികയെ സംബന്ധിച്ച് കേട്ടോ, പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ. എന്റെ പിതാവല്ലാതെ പിന്നെ ദൂതന്മാരോ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. പുത്രനും കൂടി അറിയാത്ത രഹസ്യമാ. രഹസ്യപ്രതിഷ്ഠയുണ്ടോ? കർത്താവ് പഠിപ്പിക്കുന്ന ഇത് വേറെ ആരും പുത്രൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പുത്രൻ പറയുന്നു ആ സമയം എനിക്ക് അറിഞ്ഞുള്ളൂ. അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. അത്ര പരമരഹസ്യമാണ് വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്ന വരവ്. ഇനി അതേ അധ്യായത്തിൽ നിന്ന് 42-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇതെല്ലാം കർത്താവിനെ പഠിപ്പിക്കുക. ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയാതെ കൊണ്ട് നിങ്ങളെ കർത്താവിന്റെ വരവിന്റെ ദിവസമോ സമയമോ അറിയാമെങ്കിൽ കൊണ്ട് അറിയിക്കത്തില്ല. നിങ്ങൾ ഉണർന്നിരിക്കണം. ഉണർത്തി ആരെയും കൊണ്ടുപോകത്തില്ല, ഉണർന്നിരിക്കുന്നവർ പോകും. നമ്മുടെ വളരെ കടപ്പാടാ, നമ്മൾ ഒരുക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇനി ആ 43 ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കിക്കാട്ടെ. കള്ളൻ വരുന്ന യാമം ഭക്തൻ വരുന്ന യാമം എന്നല്ല പറഞ്ഞത്. മന്ത്രിമാരോ മഹത്തുക്കളോ പുരോഹിതനോ ഒന്നും വരുന്ന യാമമല്ല പറഞ്ഞത്. ലോകത്തിലേക്ക് നീചന്മാരെ കള്ളന്മാർ ഒരു മുന്നറിയിപ്പും ആരെയും അറിയിക്കാതെ പരമരഹസ്യമായി കഴിവുകൊടുത്തോളം വരുന്ന കള്ളന്മാർ. ഇതുപോലെ ഞാൻ വരും, ഞാൻ കള്ളനെ പോലെ വരും.
കരിമുത്തോ ബാക്കി വായിച്ച മുനിയാവാക്കി അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അടുത്തത് അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ കേട്ടോ, നിങ്ങൾ ശിഷ്യന്മാരോടാ പറയുന്നത്, നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുന്നു. നിങ്ങളെ ഒരുക്കാൻ വരികയല്ല, കൊണ്ടുപോകാൻ വരിക. രഹസ്യ പ്രത്യക്ഷതയാണെന്ന് ഈ വാക്യങ്ങൾ ഉടനീളം പഠിപ്പിക്കുന്നില്ലേ? മുന്നറിവില്ലാത്ത മരമാണെന്ന്. അതാ രഹസ്യ പ്രത്യക്ഷത. വെളിപ്പാട് 16:15 വായിച്ചേ. വെളിപ്പാട് 16:15. ഈ ബ്രേക്ക് വരവിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ഞാൻ നീതിമാനായി വരുമെന്നോ ദൈവമായി വരുമെന്നോ രാജാവായി വരുമെന്നോ പറഞ്ഞാൽ അർഹതയുള്ളവനാ പറഞ്ഞത്. ഞാൻ കള്ളനെ പോലെ വരും. നിങ്ങൾക്കതിന്റെ രഹസ്യം മനസ്സിലാകുമോ? മുന്നറിയിപ്പൊന്നും അതിനില്ല വരവില്ല. ഇത് ആ രഹസ്യ പ്രത്യക്ഷത്തിലൂടെ എവിഡൻസ് എടുക്കുക. ഇപ്പൊ ഞാൻ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഒരു 3-ാം വാക്യം ഒന്ന് വായിച്ചാണ്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ത് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാം. അടുത്ത വാക്ക്, നീ ഉണരാതെ ഇരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏതു നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയത്തില്ല. വീണ്ടും വരും. പരമരഹസ്യമാണോ? ദൈവജനത്തിൽ അങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് എത്ര മണിക്കൂർ തെളിയിച്ചാലും ഇത് വ്യക്തവും സ്ഫുടവുമായ ഒരു വസ്തുതയാണ്. നിങ്ങൾ മറന്നു കളയരുത് കേട്ടോ. രഹസ്യ പ്രത്യക്ഷത തന്നെയാണ്. അടുത്തത് ഇതിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന് 30-31 എടുത്ത് വായിച്ചാണ്. ഓരോ ഭാഗങ്ങളെ ഒത്തിരി എടുക്കൽ തെളിവ് ഈരണ്ടെങ്കിലും തന്നിരിക്കണം. വായിച്ചാൽ ആ കാലം എപ്പോഴും നിങ്ങൾ വീണ്ടും വരവിന്റെ കാലം എപ്പോഴും നിങ്ങൾ അറിയായികൊണ്ട് സൂക്ഷിച്ചുകൊള്ളി. ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. സമയം നിങ്ങൾ അറിയത്തില്ല. വരവ് സത്യവും അത് വാസ്തവവുമാണ്. അപ്പോൾ രഹസ്യപരമാണ്. തെളിവുണ്ടോ? ധാരാളം വാക്യങ്ങൾ കർത്താവിന്റെ മടങ്ങി വരവിന്റെ രഹസ്യ സ്വഭാവം വ്യക്തമായി തിരുവഴുത്തിൽ നമുക്ക് തരുന്നുണ്ട്. മുന്നറിയില്ല. അപ്പോൾ ആ പറയുന്ന വേദഭാഗങ്ങള് രഹസ്യ പ്രത്യക്ഷതയ്ക്ക് ആക്കം കൂട്ടുന്നു. തീത്തോസിന്റെ 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ ആ വസ്തുതയെ വളരെ ശക്തമായി വെളിവാക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവമല്ലോ. പിന്നെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും പ്രത്യക്ഷതയ്ക്കായിട്ടും വർദ്ധിച്ച് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്നവരാണ്. അതേ കർത്താവ് തന്റെ സഭയിൽ ചേർക്കാൻ സ്വർഗ്ഗങ്ങളിൽ നിന്ന് വരുമ്പോൾ ഫിലിപ്പിയർ 3:20 പറയുന്ന പോലെ സ്വർഗീയ പൗരന്മാരെ ഇന്നിവിടെ പാർക്കുന്ന അന്യനും പരദേശികളുമായി നമ്മളെ നിത്യമാസസ്ഥലമായ സ്വർഗത്തിൽ എത്തിക്കുവാൻ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് ഭാവം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകുമെന്നുള്ളതിന്റെ വാഗ്ദത്ത പ്രകാരം യേശുവിന്റെ മടങ്ങിവരവ് ആ രഹസ്യ പ്രത്യക്ഷത വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി മാത്രമാണ് മധ്യാകാശം മൈതാനിൽ ഇറങ്ങി വരുന്നത്. അതിന് ഓരോ സ്ത്രീകൾ 4-ാം അധ്യായത്തിന് 16-17 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ ആഹ്ലാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ജീവനോട് ശേഷിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുകയും ഇങ്ങനെ ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് ഒരു സമയത്ത് മധ്യാകാശത്തിലെത്തിക്കുകയും അവിടെ നിന്ന് കർത്താവിലൂടെ പോവുകയും ഈ വചനങ്ങളെ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിപ്പിച്ചു കൊള്ളണം. അവന്റെ പ്രത്യക്ഷത വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമാണ്. ആ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കാൻ വരുന്ന വരവ്
പഴയ വിശുദ്ധന്മാരും പുതിയ ഭക്തന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയ ഒരു വാസ്തവമായ സത്യ ഉപദേശവുമാകയാൽ കൂടി വന്നിരിക്കുന്ന സഭയെ രഹസ്യ പ്രത്യക്ഷത ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഒരുക്കവും ഉണർവും കാത്തിരിപ്പും നമ്മുടെ ഭാഗത്ത് ക്ലിയറായിരിക്കണം. പിന്നെ ആരെയും വന്ന് അങ്ങോട്ട് ഒരുക്കാൻ ഇവിടെ ആരും വരുന്നില്ല. നമ്മുടെ ഒരുക്കവും പ്രധാനപ്പെട്ടത് എന്തുവാ? കർത്താവിന്റെ അടുക്കൽ ഉപദേശവും ജീവിതവും എല്ലാം കൂടെ പറയാം. ഒരു രത്നം ചുരുക്കം. കർത്താവിന്റെ വൃക്ഷതയിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ട പ്രധാന ഘടകം എല്ലാം അതിനകത്തുണ്ടെന്നോട് വിചാരിച്ചു. ഒരിക്കൽ ഉപദേശമൊന്നുമല്ല, ക്ലിയറായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണം. നിങ്ങളറിയാം, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. 3-ാം വാക്യം വായിച്ചാൽ അല്ല 3 വായിച്ചാൽ മതി. ഓക്കെ. അവനിൽ ഈ പ്രത്യാശയുള്ളവരല്ല. ഏത് പ്രത്യാശ? 2-ാം വാക്യത്തിലെ പ്രത്യാശ. ഈ 2-ാം വാക്യത്തിലെ പ്രത്യാശ വായിച്ച് 2-ാം വാക്യം, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നമ്മൾ ഇപ്പൊ ദൈവമക്കളാണ്. നാം ഇന്നതാകുമെന്ന് എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് താനായിരിക്കും വണ്ണം നമ്മൾ കർത്താവിനെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അതുപോലെ കർത്താവിന്റെ പ്രത്യക്ഷത മൺമയനായ നമ്മളെ വിണ്മയനാക്കുമ്പോൾ നമ്മളെല്ലാവരും അവരോട് സദൃശ്യന്മാര്. അവരോടല്ല, അവരോട്. അതിൽ കൂടുതൽ നമുക്ക് വേണം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്റെ കൂടെ ഇരിക്കും. കർത്താവ് പറഞ്ഞ വാക്ക് മനസ്സിലായോ? ഈ പ്രത്യാശയുണ്ടോ? ഈ പ്രത്യാശയുണ്ടോ? ഈ പ്രത്യാശയോട് എന്ത് ചെയ്യും? അടുത്ത വായിക്കാട്ട്. അവൻ ഈ പ്രത്യാശയുള്ളവരല്ല, അവരെ പോലെയാകും കർത്താവിന്റെ വരവിൽ നമ്മളെന്ന വിശ്വാസവും പ്രത്യാശയുള്ളവരോട് പറയുന്ന ദൂത് കേട്ടാണ്. അടുത്ത വാക്ക്, അവരിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ. ഇതാണ് ക്വാളിഫിക്കേഷൻ. തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നമ്മൾ നിർമ്മലന്മാരായിരിക്കണമെന്നല്ല, അവനവനെ തന്നെ അവനവൻ നിർമ്മലീകരിക്കണം. അവനവനെ തന്നെ അവനവൻ ശുദ്ധീകരിക്കണം. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? പാപിയുടെ ശുദ്ധീകരണം, അവ നമുക്ക് ലഭിച്ച ശുദ്ധീകരണം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സർവ പാപം പോയി നമ്മെ ശുദ്ധീകരിച്ചു. പാപിയുടെ രക്ഷയ്ക്ക് ക്രിസ്തുവിന്റെ രക്തം കൂടാതെ ശുദ്ധീകരണമില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെട്ടത്. പാപം രക്താമരം പോലെ കടിച്ചു ഹിമം പോലെ പിടിപ്പിക്കുവാൻ കുഞ്ഞാട് ചോരയാൽ കഴുകപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ കാണത്തുള്ളൂ. അവർക്ക് നിങ്ങൾ എന്നാ പാടാൻ പോകുന്നേ? നമ്മള് കുഞ്ഞാടെ നീ അർഹപ്പെട്ടു. അതിന് തന്നെ ഏറ്റവും വലിയ കാര്യം, നീ അർഹപ്പെട്ടത് എന്തിന്? നിന്റെ രക്തം കൊടുത്ത് ഞങ്ങളെ വിലയ്ക്കുവാണ്. ഒറ്റയ്ക്കും പാട്ടത്തിനും എല്ലാം എടുത്തത് ഞങ്ങളെ നീ വിലയ്ക്കുവാണ്. അടുത്തെന്താ പറയുന്നേ? കുഞ്ഞാടെ നീ അർഹപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി. സ്വർഗത്തിൽ ചെന്ന് നമുക്ക് പാടാനുള്ളത് അർഹപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. സുഖാസനങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ കുടുംബങ്ങളോ ശക്തികളോ ഒന്നുകൊണ്ടല്ല, കുഞ്ഞാൾ അർഹപ്പെടുന്നുകൊണ്ട് അവന്റെ വീഴണം. നമ്മൾ സ്വർഗത്തിൽ അവകാശം പ്രാപിക്കുമ്പോൾ ഈ പാട്ടിനേക്കാൾ വലിയ പാട്ടവിടെയില്ല. കുഞ്ഞാടിൽ മഹത്വം, കുഞ്ഞാടിൽ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവർ പാടുകയില്ല. ഇവിടെ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്ക്. ദൈവ കുഞ്ഞാടിൽ രക്തം നമ്മെ ശുദ്ധീകരിക്കും. അപ്പൊ ഈ ശുദ്ധീകരണം എന്നുള്ളത് പാപിക്ക് കുഞ്ഞാടിന്റെ രക്തത്താൽ. നമ്മളൊക്കെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, രക്തത്താൽ ശുദ്ധീകരിക്കണമേ. മിക്കവാറും ഈ പലരും പറയാത്ത ആൾക്കാർ കുറവ്. മനസ്സിലാക്കി ചൊല്ലുവാണോ? കുഞ്ഞാടിൽ രക്തമെന്ന് പറയുന്നത് കാളച്ചോരയും കോഴിച്ചോരയും മറ്റു ചോരയും പോലെ ഇങ്ങനെ ഞങ്ങൾ കടൽ പോലെ കിടക്കുകയാണോ?
പാപിയെ ശുദ്ധീകരിക്കാൻ, പാപക്കറകളെ പോക്കാൻ, ആട്ടുകൊറ്റന്മാരുടെ പശുക്കിടാക്കളുടെ രക്തത്തിന് പാപപരിഹാര ശുദ്ധി വരുത്താൻ കഴിയാതെ ഇരുന്നപ്പോൾ നിത്യാത്മാവിനാൽ തത്താൻ അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ ശുദ്ധമാകുന്നത്. വേറൊരു ഉപാധിയില്ല. അതുകൊണ്ട് രക്തം ചൊരിയാതെ രക്തം കൂടാൻ വിമോചനം ഇല്ല. വേദപുസ്തകം കൽപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ സ്ഥാനത്ത് വന്നത് കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസമോ ഒന്നും കൊണ്ടല്ല. കൃപയാൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു, അവൻ തങ്കച്ചോരിയാൽ കഴുകി. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, അതെ, നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളി തുടങ്ങിയ വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, ദൈവകുഞ്ഞാണ്ട് നിർമ്മലമായ ആ പരിശുദ്ധ ജോല കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. നന്ദി വേണം, സ്തോത്രം ദൈവത്തിന് കൊടുക്കാൻ. കേട്ടോ, ശരിയാണ്. ഈ തന്നെത്താൻ ശുദ്ധീകരണമാണ്. തന്നെത്താൻ ശുദ്ധീകരിക്കുന്നത് വായിച്ച അപ്പോസ്തലൻ യോഹന്നാൻ ഉപദേശം മനസ്സിലായോ? വിശ്വാസികൾക്കാണ് തന്നെത്താൻ ശുദ്ധീകരണം, പാപിക്കാണ് ക്രിസ്തുവിൻ രക്തത്താൽ ശുദ്ധീകരണം. വിശ്വാസികളായ നമ്മൾ എന്നും അതിന് ചോരയും കൊണ്ട് വേണമെന്നും പറഞ്ഞ് തുടങ്ങിയാൽ വിശ്വാസികളോട് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണം. ഇവിടെ പറഞ്ഞത് കേട്ടോ, ഏറ്റവും സീനിയർ അപ്പോസ്തലൻ പറയുക, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തം ഇവിടെ വന്നപ്പോൾ വിശ്വാസം ശുദ്ധീകരണം. അവന്റെ ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്നെത്താനെ ശുദ്ധീകരിക്കണം. ഈ ഉപദേശം ശരിയാണോ? വിശ്വാസികളായി നമ്മൾ തന്നെത്താൻ ശുദ്ധീകരിക്കേണ്ടവരാണ്. അത് നമ്മളെ അനുദിനം വേണ്ടിയതാണ്. അടുത്ത വാക്യം തെളിവെടുക്കാം. 2 കൊരിന്ത്യർ 1-2 വാക്യം ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും വിട്ട് നമ്മെ തന്നെ വെളിപ്പാക്കി. നമ്മൾ ഉപദേശം നന്ദി ഒന്ന് പഠിക്കേ. കർത്താവെ വിധിക്കണമെന്ന് പറഞ്ഞിരിക്കുകയല്ല. വിശ്വാസിക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ വിശ്വാസി തന്നെത്താൻ ശുദ്ധീകരിക്കപ്പെടണം. നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. തന്നെത്താൻ പടിയുണ്ടോ? സ്വതന്ത്രം പറയാം. യോജനം വിട്ടു പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടുള്ളൂ. യോജനം തെളിയിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിച്ചാൽ പോരെ. ദൈവത്തിന് സ്വന്തം. അതെ, 2 കൊരിന്ത്യർ 21 വാക്യം 2 തീമോഥെയോസ് 21 വാക്യം ഒന്ന് വായിച്ചു. ഇവയെ വിട്ടകന്ന് കേട്ടെ. വിട്ടകലിന് എന്തൊക്കെയാണെന്ന് അറിയാം. ഇവയെ വിട്ടകലെന്ന ഒരു വാക്ക് അവിടെ പറഞ്ഞു. ഇപ്പൊ എല്ലാം കൂടെ വായിപ്പിക്കാതെടുക്കും. ജഡമോഹം വിട്ടകലണം, ദ്രവ്യാഗ്രഹം വിട്ടകലണം, ലോകസ്നേഹം വിട്ടകലണം. പിന്നെ വിട്ടകലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിന്റെ ദാവീദിന്റെ ഭാഷയിൽ പറയാം, കർത്താവ് വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തും. എന്റെ പാറയും എന്റെ വീടുമായ യഹോവേ, എന്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും പൊരുത്തപ്പെട്ടിരിക്കണം. അത് നിനക്ക് മഹത്വമാണ്. വിശ്വാസത്തിന്റെ ശുദ്ധീകരണത്തിന്റെ അളവുപോൽ അവിടെ അവരവർ നന്നെത്താൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇവയെ വിട്ടകന്ന് തന്നെത്താനെ വെളിപ്പാക്കണം. പിടി കിട്ടിയോ? ഞാൻ വായിക്കുന്ന വാക്യങ്ങളുടെ ശൃംഖല മുഴുവൻ വിശ്വാസി തന്നെത്താൻ ശുദ്ധീകരിക്കണമെന്നാണ്. പ്രവാചകന്റെ അടുത്ത് പോയി എന്റെ കുറവെന്തോന്നൊന്ന് പറഞ്ഞാട്ടെന്ന് പറഞ്ഞ് സ്വതന്ത്രം കൂടിയ കാര്യം നടക്കുകയില്ല. മഹാഭാവി പ്രവാചകരുടെ അടുത്ത് എന്നാൽ വിളിച്ചു പറയും, കഴിവ് സന്താനമേ, ഓമന മകനെ, ഓമന മകളെ. അവൾ കേൾക്കുമ്പോഴേ ഇവന്റെ ഭാവവും ഗുരുവവും നിലയ്ക്കും. ഇത് സൂപ്പർ തട്ടിപ്പ. നിങ്ങളെ ഉള്ളം കൈവശമാക്കി നിങ്ങളെ തട്ടിച്ച് എന്തോ സാധിക്കാൻ വരുന്ന ഇവർ വിളിക്കുന്ന ഓമനയും അതേ കുട്ടനും കട്ടിയും പിന്നെ സംഭാവനയ്ക്കുണ്ടല്ലോ പരമതട്ടിപ്പ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും വ്യാമോഹങ്ങളല്ല വരുന്നത്. പരിശുദ്ധാത്മാവ് കുറ്റബോധവും ശുദ്ധീകരണമാണ് വരുന്നത്. പലതും വിട്ടുള്ള പോക്കുകൾ നിങ്ങൾ അംഗീകരിക്കരുത്. നിങ്ങൾ തന്നെ കുറ്റക്കാരെ ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ആരും വെളിപ്പെടുത്തുകയല്ല. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോയി എന്നെ ശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവ് വചനവുമാണ് എന്റെ തെറ്റും കുറ്റവും എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതനുസരിച്ചാൽ മാത്രം മതി. ഈ വാക്യമൊക്കെ വായിച്ച് ശ്രദ്ധിക്കണേ. ഞാൻ തിരക്കുകൊണ്ട് വായിച്ചു വിട്ട് തെളിവെടുത്തൊക്കെ പോവുകയാണ്. ഇവിടെ എന്താ? ഇവയെ വിട്ടകന്ന് തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിച്ച് ഉടമസ്ഥരുള്ള മാനവാക്രമാണെങ്കിൽ അവരെ ശുദ്ധീകരിക്കണം. ഇതാണ് നമ്മുടെ ഉപദേശം.
വ്യക്തമായ തെളിവുകൾ അതിന് മാത്രം നിരത്തി ഇങ്ങോട്ട് വെച്ചത് ഇത് വായിച്ചു കിട്ടല്ലോ. ഇനി 2 പത്രോസ് 3-ാം അധ്യായത്തിലെ 11 വായിച്ചാട്ട് വാക്യം വേറെ ഇല്ലാന്നല്ല, തന്നെത്താൻ ശുദ്ധീകരണത്തെ ഇങ്ങനെ ഇതൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്ന എന്തെങ്കിലും ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും നിങ്ങൾ എത്ര മടക്കാരും മകാന്മാരും എത്ര ലക്ഷങ്ങളെ ഉടമസ്ഥന്മാരും എത്ര വലിയ വിദ്യാഭ്യാസം അതൊക്കെ ചെയ്തത് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എടുക്കപ്പെടാനെന്നാണെന്നുള്ള ഞാൻ തെളിയിക്കുന്നു. കർത്താവിന് പോകാനുള്ള യോഗ്യത ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ എത്ര വിശുദ്ധ ജീവിതവും പിന്നെ ഭക്തിയുള്ളവരായിരിക്കണം. നിങ്ങൾ ലോകക്കാരായിരിക്കരുത്, മനുഷ്യന്മാരായിരിക്കരുത്. നിങ്ങൾ എത്ര വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിന് വരുന്നതിനെ രക്ഷപ്പെടുത്തണം. തികയ്ക്കേണ്ട വിശുദ്ധിയാണ്. പണത്തിന്റെ കൗണ്ടിങ് അല്ല, സമ്പത്തിന്റെ ടോട്ടലൊന്നും അല്ല. നിങ്ങൾ തികയ്ക്കേണ്ടത് വിശുദ്ധിയാണ്. അതില്ലാത്ത ഒരുത്തരും ദൈവത്തിൽ എടുക്കപ്പെടുകയില്ല. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. വിശുദ്ധീകരണമാണ് ഇപ്പൊ തെളിയിച്ചെന്തുവാ? കർത്താവിന്റെ വരവിൽ തന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ തന്റെ വിശുദ്ധന്മാർ വിശുദ്ധിയെ തികച്ച് തന്റെ വരവ് കാത്തി തന്നെ താൻ ശുദ്ധീകരണമാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു വാക്യം കൂടി അതിന് വായിക്കത്തുള്ളൂ. വീണ്ടുമോട് തെളിവ് വന്നു കഴിഞ്ഞു. 19-ാം അധ്യായം വെളിപ്പാടിന്റെ 7-ാം വാക്യം കൂടെ വായിച്ച് ആ ഒരു പോർഷൻ, ഓരോ പോർഷനായിട്ട് തെളിയിച്ചാ പോകുന്നത്. സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ആൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അത് കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. അവന്റെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയാണ്? കാന്തകളുടെ കാന്ത, കന്യകമാരുടെ കന്യക, രാജ്ഞിയുടെ മഹാരാജ്ഞി. ഇതിന്റെ പദവിയത മണവാട്ടികളുടെ മണവാട്ടി. ഒരൊറ്റ പൊസിഷനാണ്. അതിന് വലിയ പൊസിഷൻ ഇല്ല. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ സിനിമാ നടികളല്ല ഒരുക്കിയത്, ബ്യൂട്ടി സെന്ററുകാരല്ല ഒരുക്കിയത്, അമ്മാവിയും കൊച്ചമ്മയും അല്ല ഒരുക്കിയത്. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി തന്നെത്താൻ ഒരുക്കപ്പെട്ട കന്യക. അവൾ തന്നെത്താനെ ഒരുങ്ങണം. നമുക്ക് ഒരുക്കാനൊരു സ്കെയില് തന്നിട്ടുണ്ട്. ഈ സ്കെയില് നോക്കി, ഉപദേശം നോക്കി, ഈ കാണുവൻ അഥവാ അളവുകോൽ നോക്കി നമ്മൾ ജീവിക്കണം. അങ്ങനെയാ തന്നെത്താൻ ഒരുങ്ങുന്നത്. ഇതിനകത്ത് നോക്കുമ്പോൾ കുറവറിയാം. ഈ കണ്ണാടി കൂടെ നോക്കിയാൽ മതി നമ്മൾ ആരാണ്, എന്നായിരിക്കുന്നു. അതിന്റെ പോരായ്മകൾ നികത്തുവാൻ നമ്മൾ തന്നെത്താൻ ഒരുക്കപ്പെട്ടവരായിരുന്നെങ്കിൽ എടുക്കപ്പെടാൻ സാധിക്കുന്നുള്ളൂ. കുഞ്ഞാടിന്റെ കാന്തിയെ മണവാട്ടി തന്നെത്താൻ ഒരുക്കപ്പെടണം. എത്ര പേര് തയ്യാറുണ്ട്? നമ്മളായിരിക്കേണ്ട കാര്യമില്ലേ ഈ പറയുന്നല്ല. നമ്മുടെ പിൻവിളിയിലൊന്നും അല്ലല്ലോ. നമ്മൾ ആയിരിക്കണം, ഇങ്ങനെ നമ്മളായിരിക്കണം. കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടി തന്നെത്താൻ ഒരുക്കപ്പെട്ട കാര്യം. ഇപ്പോൾ രഹസ്യ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാനുള്ള യോഗ്യത വിശുദ്ധീകരണമാകുന്നു എന്ന് കാര്യകാരണം ബോധ്യപ്പെടുവാൻ മതിയായ തെളിവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തന്നെത്താൻ ശുദ്ധീകരിക്കണം. ഈ തന്നെത്താൻ ശുദ്ധീകരണത്തെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആരും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അതെന്താ? ഇപ്പൊ ഇന്നത്തെ ജീവിതത്തിൽ എന്റെ വാക്കുകളിൽ ചില പാണിച്ചു പ്രാർത്ഥിക്കാൻ ചെയ്ത് മുട്ടുമടക്കിയപ്പോൾ മനസ്സിലായി സഹോദരനോടോ സഹോദരിയോടോ ഇടപെട്ടത് ഭക്തിക്കും വിശുദ്ധിക്കും യോജിച്ചതല്ല. നമ്മുടെ പോക്കില് വരവിലെ ഇടപാടുകളിലെ കൊടുക്ക വാങ്ങലുകളിൽ വന്നു പോകുന്ന കുറവ് കുറ്റങ്ങൾ ദൈവവചനമായി കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ തെറ്റും ശരിയും ബോധ്യപ്പെടുത്താൻ മനസ്സാക്കുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് തെറ്റിപ്പോയി എന്ന് തോന്നിയാൽ മറ്റു മനുഷ്യരോടാണ്, സഹജീവികളോടോ മനുഷ്യരോടോ തെറ്റിപ്പോയതെങ്കിൽ ആ തെറ്റിനെ പൂർവ്വ പ്രാർത്ഥിച്ചൊന്നും പരിഹാരം ഉണ്ടാകത്തില്ല. അത് ഏറ്റു പറയാതെ ശുദ്ധീകരണം വരത്തും. നമ്മുടെ ഈ ആന്തവസാരത്തിലെ ഒഴുക്കൻ സാക്ഷിയുള്ളത് എന്തുവാണെന്നറിയാമോ? നാട്ടിൽ ഇവിടെ എനിക്ക് അറിയത്തില്ല. നാട്ടിൽ ആണ്ടവസാനത്തിന് കറക്കി കൂട്ടിയൊരു സാക്ഷ്യം. ആർക്കെങ്കിലും എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കണം. അതിന്റെ അണ്ടർസ്റ്റുണ്ട്. വിട്ടുകളഞ്ഞില്ലെങ്കിൽ എനിക്കൊരു യുക്കം വരാൻ പോകുന്നില്ല. അവൻ വിട്ടുകളയേണ്ടതായിരുന്നു. തിരുവരാതികൾ കുറ്റം ചെയ്ത പുള്ളിയാരാ? താഴി തപ്പി. ദൈവം നമ്പരാൻ ഇരട്ടി ശിക്ഷയ്ക്ക് നിങ്ങളെ യോഗ്യരാക്കുമെന്നുള്ളത് ആ വാക്ക് തെറ്റാണ്.
ചുമ്മാ പറഞ്ഞിട്ട് തന്നെ കാര്യം? എവിടെ തെറ്റിയെന്നറിയാം. തിരുവത്താഴ് നടക്കുമ്പോൾ ചുംബനത്തിന്റെ സമയം വരുമ്പോൾ ബില്ലൂന്നി പോലെ ഓടുന്നെന്നറിയാം. സഹോദരനെ കണ്ടാൽ കൈ കൊടുക്കില്ലെന്നറിയാം. സഹോദരിയെ കണ്ടാൽ ഒഴിഞ്ഞു മാറി മുഖം വീർപ്പിച്ച് പോകുന്നതറിയാം. ഇതൊക്കെയാ തെറ്റ്. അത് നേരിയാക്കാൻ വേറെ ആരും വരണ്ട, അവനവൻ തന്നെ മതിയെന്ന്. ഇത് ഞാനോട് പഠിപ്പിക്കാൻ വേണോ? ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ വചനങ്ങൾ നിങ്ങളോട് പറയുന്നു, വല്ലവരോടും വല്ല കഴിവുണ്ടെങ്കിൽ ഈ യോഗത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ആൾക്കാരും തീർച്ചയായും വീട്ടിൽ പോയാൽ മതി. കർത്താവ് വന്നു തീർക്കാൻ ആർക്കും സമയമില്ല. ഇതാണ് ശുദ്ധീകരണം. ഈ ശുദ്ധീകരണം സഭയ്ക്കകത്ത് വന്നാൽ മറ്റുള്ളവർ വിവരം അറിയും. നിരക്കും സമാധാനവും അനുതാപവും എല്ലാം അതിനകത്തൂടെ ഈ ഒഴുകി വരും. അല്ലാതെ അതിനകത്ത് പറയുന്നത് ഈ വാചകമല്ല. ഇങ്ങനെ പറയരുത്. ദൈവത്തെ കൽപ്പിക്കുന്ന ഭോഷത്വമായ വാക്ക് ഉപയോഗിക്കരുത്. തെറ്റ് സംഭവിച്ചെങ്കിൽ ആരോട് തെറ്റിയോ അത് തീർന്നു. കർത്താവ് പഠിപ്പിച്ചിരുന്നു. സഹോദരൻ നിന്നോട് തെറ്റിയാലോ നീ സഹോദരനോട് തെറ്റിയാലോ സഹോദരനും നീയുമായി ചെന്ന് സഹോദരൻ തന്നെയുള്ള ഗുണാവിധി തീർക്കാം. അത് സാധിച്ചില്ലെങ്കിൽ ചിലരെ കൂട്ടിച്ചെന്ന് ആ കാര്യം തീർക്കാം. അതോട്ടില്ലെങ്കിൽ സഭയെ കൂട്ടിവെച്ച് ആ പ്രശ്നം പരിഹരിക്കാം. അവനെ മനസ്സിലിട്ടില്ലെങ്കിൽ അവനെ ചുങ്കക്കാരനും ഭാവി പോലെ അങ്ങ് മാറി മനസ്സിലാക്കിച്ചാൽ മതി. ഇത് കർത്താവ് പഠിപ്പിച്ചതാണ്. ശുദ്ധീകരണത്തിന് ഒരു ലോയുണ്ട്, ഒരു നിയമമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി ഇടപെടുമ്പോൾ ആ പ്രശ്നം തീരും. സ്വതന്ത്രം രക്തം പറഞ്ഞുകൊണ്ടിരുന്ന ശുദ്ധീകരണം വരികയില്ല. ഏറ്റു പറഞ്ഞെങ്കിൽ ശുദ്ധീകരണം വരത്തുള്ളൂ. അതിന് നമുക്ക് മനസ്സില്ല. പ്രാർത്ഥിച്ചെന്ന് വീണാകാതിരിക്കുക. നീ പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞിട്ട് മതി. വഴിപാട് അവിടെ വെച്ചേച്ച് നീ പോയി സഹോദരനോട് നിരപരമായിട്ട് വഴിപാട് പിന്നെ കഴിച്ചാൽ മതി. വഴിപാട് മുഴുത്തോ വഴുത്തോ പോയാൽ നീ പേടിക്കണ്ട. പക്ഷെ നിരപ്പില്ലാത്ത വഴിപാട് ദൈവത്തിനു വേണ്ട. ഞാനൊരു നൂതന ഉപദേശവും പറഞ്ഞില്ല, പറയത്തുമില്ല. ദൈവത്തിൽ പറയുന്നത് ശുദ്ധീകരണം എന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. മറുഭാഷയേക്കാൾ വല്ല ശുദ്ധീകരണം. നിങ്ങൾ മറ്റേ കൊടുക്കുന്ന പ്രാധാന്യം മറുഭാഷയ്ക്കായിരിക്കും. അത് പിന്നെ പറഞ്ഞാൽ മതി. അത് ശുദ്ധീകരണം നടക്കണം. ശുദ്ധീകരണം നടക്കാത്ത പുള്ളി മറുഭാഷ പറഞ്ഞാൽ മറുഭാഷ പ്രാപിക്കണമെന്ന് വിചാരിക്കുന്നവർ വേണ്ടാന്ന് വെക്കുന്നുള്ള കാര്യം അറിയാമോ? അറിയത്തില്ല. എന്നത്തിൽ വരുന്നുണ്ട് അവന്റെ മറുഭാഷ ഇവിടെ വേണം, അവിടെ മറുഭാഷയെ വേണ്ട. ജീവിതക്രമത്തിലാക്കാതെ സ്തോത്രം ചെയ്യാൻ ഒരു വകുപ്പില്ല. ജീവിതക്രമത്തിലാക്കാതെ ശുദ്ധീകരിക്കപ്പെടാതെ മറുഭാഷ പറയാൻ അവകാശമില്ല. ഇത് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് അവിടെ നിന്നോട് വേണം കാര്യം ചെയ്യാൻ. കർത്താവ് പറയുന്നു, നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ട് വേണം നിന്റെ യാഗം വഴിപാട് അവർ സമർപ്പിക്കാൻ. വഴിപാടല്ല, വലുത ശുദ്ധീകരണവും നിരക്കുമില്ല. രാത്രി ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. വരവെപ്പോഴും സംഭവിക്കാം. ശുദ്ധീകരണം അത് താമസിപ്പിക്കാതെ അത് മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ പോർഷൻ മനസ്സിലായില്ല. ദിവസയിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ ശുദ്ധീകരണ നിയമം 100% പാലിച്ചിരിക്കണം. അത് നമ്മുടെ കാര്യമാണ്. വേറെ ആരും ഒന്ന് ചെയ്യേണ്ട. അവനവനെ തന്നെ ശുദ്ധീകരിക്കണം. അത് മനസ്സിലായില്ല. ഇനി അടുത്ത് ഓരോ ഭാഗങ്ങളായിട്ട് രഹസ്യപ്രത്യക്ഷത ഇങ്ങനെയാണ്. മഹത്വപ്രത്യക്ഷത എന്ന് പറഞ്ഞ് വേറൊരു ചാപ്റ്റർ ഉണ്ടോ? പഠിക്കണം. ഈ വേദോത്സവം വായിക്കുമ്പോൾ ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. മറ്റുള്ളവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ക്ലിയറായിട്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഇത് നോട്ട് എഴുതി എടുക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ടേപ്പ് കൂടെ കാണും. ഏതായാലും ഓരോ പോർഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടുത്തത് മഹത്വപ്രത്യക്ഷത എന്നൊന്നുണ്ടോ? തെളിവ്. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതണം. മഹത്വപ്രത്യക്ഷതയുടെ തെളിവ്. അതിലോട്ടാണ് ഇനി കിടക്കുന്നത്. നിങ്ങൾ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. വായിച്ചാട്ടെ. യേശു അവരോട് ഞാൻ ആകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇത് ആരോട് പറയുന്ന കാര്യമാണെന്നറിയാം? ഇല്ല അല്ലേ? നമ്മുടെ കർത്താവായ യേശു കയ്യാഫാവിന്റെ കോടതിയിൽ സന്നിധി സംഘത്തിന്റെ വിസ്താരം കഴിഞ്ഞ് മഹാപുരോഹിതർ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇത്രയും ചോദ്യങ്ങളും കുറ്റാരോപണവും നിന്റെ പേരിൽ വന്നിട്ട്
നീ ഒന്നും ഉണ്ടായിരിക്കുന്നത് എന്താ? ആരോപരത്തിന് മനസ്സിലായില്ല. യെശയ്യാവ് പറഞ്ഞു, അവൻ രോമം കത്തിക്കുന്നു നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ വായെ തുറക്കത്തില്ല. ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ആരോപണം, കുറ്റാരോപണങ്ങൾ എല്ലാം ഒരു കള്ളസാക്ഷികൾ നോക്കിയിട്ടും യേശു വാ തുറന്നില്ല, ഒരക്ഷരം വേണ്ടിയില്ല. അപ്പോഴാ മഹാപുരോഹിതൻ ചോദിച്ചത്, നീ എന്താ ഒരു ഉത്തരവോടെ നിൽക്കുന്നത്? ചാടിയും എഴുന്നേറ്റു, തൊപ്പിയും ഇടക്കെട്ടും നടുക്കെട്ടും എല്ലാം കൂടെ ഒക്കെ അങ്ങ് ഒന്ന് മിനുക്കി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല യേശുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ ചോദ്യമാണ്. നിങ്ങൾ വായിച്ച ആ വാക്യം മനസ്സിലാക്കുന്ന മുകളിൽ 62 മുതൽ വായിച്ചാൽ വസ്തുതകൾ ക്ലിയറാണ്. മഹാപുരോഹിതൻ എഴുന്നേറ്റവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതെയിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, മഹാപുരോഹിതൻ അടുത്ത ടേണിൽ യേശുവിനോട് ചോദ്യത്തിന്റെ മട്ടൊന്നു മാറ്റി, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറയുക, ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറയുക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. നീ ക്രിസ്തു ആണോ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ? ഞാൻ ആണയിട്ട് ചോദിക്കുന്നു പറയാം. ന്യായപ്രമാണ വ്യവസ്ഥിതി ഒരുത്തനാണയിട്ട് ചോദിച്ചാൽ മറുപടി പറയണം. യേശു ന്യായപ്രമാണത്തിന് കീഴുള്ളവനായിട്ടാണ് ലോകത്തിൽ വന്നത്. ന്യായപ്രമാണം പറയുന്നു, മറുപടി പറയണം. ഈ വന്നത്തിൽ ആണയിട്ട് ചോദിച്ചാൽ, ആണയിട്ട് മഹാരാജൻ ചോദിച്ചപ്പോൾ യേശു വാ തുറന്നു. ചോദിച്ചത് മറുപടി പറയുകയാണ്. യേശു പറഞ്ഞ വാക്ക് 64-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ടു, ഞാൻ ആകുന്നു. അത്രയും പറഞ്ഞാൽ മതി. പക്ഷേ അത്രയും കൊണ്ട് യേശു നിന്നില്ല. അടുത്ത അവൻ അറിയാത്തൊരു സ്റ്റെപ്പോടെ യേശു എടുത്തു. ഇനിയും മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് എന്ന് ഞാൻ പറയുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുറന്നവരും അവനെ കാണും. അത് ഇസ്രായേൽ ജാതിയെ ഉദ്ദേശിച്ചുകൂടാ പറഞ്ഞത്, നിങ്ങൾ കാണും. അപ്പോൾ മഹാപുരോഹിതൻ ചോദിച്ചത്, നീ ഈ ദൈവത്തിന്റെ പുത്രനാണ്? യേശു അതിന് പറഞ്ഞ മറുപടി, ഞാനാകും. ഈ ഞാനാകുന്നു എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നത് ഇസ്രായേലിന്റെ മഹാപുരോഹിതനാണ് ഒന്നാമത്. അതിന്റെ അർത്ഥം അറിയാമോ? കയ്യപ്പാവേ, നിന്റെ വല്യച്ഛനായ മോശ ഹോരേബിൽ വന്നപ്പോൾ മിസ്രൈമിൽ ചെല്ലുമ്പോൾ ഇസ്രായേൽ മക്കൾ എന്നോട് ചോദിക്കും, ആരാണ് ഇനി അങ്ങോട്ട് വിട്ടതെന്ന്? അഡ്രസ് തരാൻ പറഞ്ഞു. അപ്പൊ ദൈവം കൊടുത്ത അഡ്രസ് മനസ്സിലാകും. ഞാനാകുന്നവൻ, ഞാനാകുന്നത് നാമമുള്ളവൻ നിന്നെ അയച്ചെന്ന് പറയാൻ പറ്റും. അതാ കൊടുത്ത അഡ്രസ്. ഈ മഹാപുരോഹിതനോട് യേശു പറഞ്ഞത് മനസ്സിലായോ? നിന്റെ മുമ്പിൽ കൈകെട്ടപ്പെട്ടതായി നിൽക്കുന്ന ഇവൻ ആരാണെന്ന് നിനക്കറിയാമോ? മോശയ്ക്ക് പ്രത്യക്ഷനായി ഞാനാകുന്നവൻ, ഞാനാകുന്ന അരുളിച്ചവനാരോ അവനാകുന്നു. എവിടെ നിന്നാ പറയുന്നത്? പ്രതിക്കൂട്ടിൽ നിന്ന് പറയുകയാണ്, ഞാനാകുന്നു. വെളിപ്പെട്ട അതേ അറിയുന്നത് ഞാൻ തന്നെയാണ്. അവനായിട്ട് കൈകെട്ടി നിൽക്കുന്നത്, കുറ്റാരോപണങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നത് അവനാണ്. അപ്പൊ യേശു പറഞ്ഞു, അതേ ഞാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ് ഞാൻ. എന്നാൽ നിങ്ങൾ എന്റെ തല്ലിലൊന്ന് കുഴിച്ചിട്ട് അല്ലെങ്കിൽ കുഴിച്ചിട്ടാൽ ഇവിടെ കൊണ്ടൊന്നും എന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ എവിടെ ചെല്ലും? പൂർവ്വസ്തുതി പ്രാപിക്കും. ഞാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് തന്നെ പോയിരിക്കും.